ഷാനി എന്ന് പറഞ്ഞൊരു ഫോട്ടോഗ്രാഫറുണ്ട്. എൻ്റെ ഫോട്ടോഗ്രാഫിൽ എൻ്റെ ഒരു ശിഷ്യനാണ്. അവൻ പറയുന്നു ഗുരുവാണെന്നാണ് അവൻ. പക്ഷേ ഞാൻ ശിഷ്യനായിട്ട് കൊണ്ടുനടക്കുന്ന ഒരുത്തനാണ്. അവൻ എഴുത്തൊരുങ്ങി ഷർട്ട് കൊണ്ടുവന്ന് 2 പെൺകുട്ടികളുണ്ടാക്കുന്ന ഷർട്ടാണ്. ആ ഷർട്ടൊന്ന് ഇട്ട് നോക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഇട്ട് നോക്കി. ഇട്ട് നോക്കിയടാ, ഇട്ട് നോക്കിയോ? ഞാൻ എന്നെ ഇട്ടില്ല. ഇട്ട് നോക്കി, പക്ഷേ ഇടാനൊരു അവസരം വന്നില്ല. ഞാൻ വേറെ 2 കൂടെ ചോദിച്ചിട്ടുണ്ട്. അവർ കുറച്ചുകൂടെ കൊണ്ടുതരും, പോരട്ടെ. ഏതായാലും ഇത് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയത്, ഈ ഏറ്റവും കൂടുതൽ നെയ്ത്തുകാരുള്ളത് കണ്ണൂരാണ്. വിട്ടാസേ, ചുമ്മാ കണ്ണൂർക്കാരനായതുകൊണ്ട് അങ്ങനെ കയറി പറയരുത്. വലിയ സംരംഭങ്ങളുണ്ട്. ലീലാലേസൊക്കെ കണ്ണൂരില്ലേ? ഇല്ലേ? കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ നെയ്ത്തുകാരുള്ളത്. നെയ്ത്തുകാരൻ എന്ന് പറഞ്ഞൊരു സിനിമയും കണ്ണൂർ ബേസിട്ട് ഉണ്ടായിട്ടുണ്ട്, മുരളി അഭിനയിച്ചു. അപ്പോൾ കണ്ണൂർ നെയ്ത്തുകാർ കൂടുതലാണ്. നെസബാളികൾ എല്ലാ വിവേഴ്സും കണ്ണൂരാണെന്നാണ് പറയുന്നത്. ഇവിടെ കണ്ണൂർ മെജോറിറ്റിയാണ്. നിഖില വിമൽ കണ്ണൂരാണ്, ബ്രിട്ടാസ് കണ്ണൂരാണ്. നിഖില വിമലിൻ്റെ കൂടെ നടന്ന് മറ്റേ കൊച്ചും കണ്ണൂർ ഭാഷ ഇപ്പോൾ പറയുന്നതെന്നാണ് പറയുന്നത്. ആവട്ടെ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ എനിക്ക് ഈ കണ്ണൂർ സ്പിരിറ്റ് ആണ് അവരെ ഇതിന് പ്രേരിപ്പിച്ചത്. അത്രേ. ബ്രിട്ടാസിന് കണ്ണൂർ സ്പിരിറ്റ് ഇല്ല, അതുകൊണ്ടാണ് നെയ്ത്ത് ഈ റെഡിമെയ്ഡിന് പോകായിരുന്നു തോന്നുന്നു. ഈ പിള്ളേരെ സാധാരണ നമ്മൾ വീട്ടിൽ ആരും പറഞ്ഞ രസമല്ലേ കേട്ടിട്ട്? നല്ല നമ്മൾ പഠിച്ചിട്ട് ജോലിക്ക് പോകാൻ പറ്റുമ്പോൾ ഞങ്ങൾ ബിസിനസ്സിന് പോവുകയാണ് എന്ന് പറഞ്ഞവർ. ബിസിനസ്സിന് പോകാമെന്ന് എന്ന് പറഞ്ഞു. അങ്ങനെ 2 കൂട്ടർ പോന്നാന്ന് ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് പോയി. ബിസിനസ് പഠിച്ചു. ബിസിനസ് തുണി തരങ്ങൾ അതല്ല, അത് മാത്രമല്ല. അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ ഒരു ബ്രാൻഡ് ലോകത്ത് മുഴുവൻ അറിയിക്കുക, ലോകം മുഴുവൻ എത്തിക്കുക. നമ്മുടെ ടേസ്റ്റുകൾ, നമ്മുടെ കലാരൂപങ്ങൾ, നമ്മുടെ തുന്നൽ, അതിൻ്റെ ടാലൻ്റൊക്കെ ലോകം മുഴുവൻ അറിയിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടെ ഉണ്ട് എന്നാണ് അവർ പറയുമ്പോൾ. അത് നമുക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നുന്നു. കാരണം പൈസ ഉണ്ടാക്കൽ മാത്രമല്ല, നമ്മുടെ നാട്ടിൻ്റെ ഒരു ബ്രാൻഡ്, നമ്മുടെ നാട്ടിൻ്റെ നെയ്ത്തിൻ്റെ ഒരു ഭംഗി, നമ്മുടെ തുണികളുടെ ക്വാളിറ്റി, അതൊക്കെ മറ്റു രാജ്യങ്ങളിലും കൂടെ അറിയിക്കുകയും അത് മാത്രമല്ല ഒത്തിരി പേർക്ക് തൊഴിൽ കൊടുക്കണമെന്നുള്ള ആഗ്രഹവും ഇതിൻ്റെ പിന്നിലുണ്ട്. എല്ലാ സ്ത്രീകളെയും ഞാൻ നോക്കിയപ്പോൾ ഇവരെല്ലാവർക്കും മറ്റുള്ള സ്ത്രീകൾ കൂടെ തൊഴിൽ കൊടുക്കണമെന്നുള്ള ഉദ്ദേശത്തിലും ആഗ്രഹത്തിലുമാണ് ഇവരെല്ലാ സംരംഭങ്ങളും ആരംഭിച്ചിട്ടുള്ളത്. അത് 25 പേരോ എത്ര, നിങ്ങൾക്ക് 4000 പേരോ ജോലി ചെയ്യുന്ന കുറേ ആൾക്കാർ ജോലി ചെയ്യുന്നത്. അപ്പോൾ അത്രേ ഇവർ ഓണ്ടർപ്രണേഴ്സ് മാത്രമല്ല, എംപ്ലോയേഴ്സ് കൂടെയാണ്, അല്ലേ? അതൊരു വലിയ കാര്യമാണ്. ഇത്രയും കണ്ടുകിട്ട് ചെറിയ കുട്ടികളാണ് തോന്നുന്നത്. എന്നാലും ആയിക്കോട്ടെ, എന്ത് പ്രായവും ആയിക്കോട്ടെ, അതൊന്നും പ്രശ്നമില്ല. കാര്യങ്ങൾ വളരെ വൃത്തിയായിട്ട് നടത്തുന്നു. കുട്ടികൾ ഈ ആണുങ്ങളെക്കാൾ ആവേശത്തോടു കൂടി, നിശ്ചയദാർഢ്യത്തോടു കൂടി, ആത്മാർത്ഥതയോടെ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ നടക്കുമ്പോൾ ഇതുപോലുള്ള പുരസ്കാരങ്ങൾ നിങ്ങളെ തേടിയെത്തും. ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. യു ഓൾ ഡിസർവ് ഇറ്റ്. അതുപോലെ കൈത്തറി, അതിൻ്റെ മുണ്ട്, അതിൻ്റെ തുണിത്തരങ്ങൾ, കാര്യങ്ങൾ, പിന്നെ തയ്യലൊക്കെ വേറെ ആൾക്കാരെ വെച്ചിട്ട് അത്രയും പേർക്ക് തൊഴിലാണ്. പിന്നെ നമ്മൾ എംബ്രോയിഡറി വേണമെങ്കിൽ മെഷീനിൽ ചെയ്യാം ഇപ്പോൾ. പക്ഷേ അതുമൊക്കെ ഹാൻഡ് എംബ്രോയിഡറി തന്നെയാണ് ചെയ്യുന്നത്. ഹാൻഡ് എംബ്രോയിഡറി ഒരു എന്താ പറയുക, ഒരു കൃത്യത നമുക്ക് പക്ഷേ മെഷീനിൽ കിട്ടിയെന്ന് വരില്ല. ഉണ്ടാവുമായിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ അവരുടെ പ്രതിജ്ഞാബദ്ധമായ മാതൃകാപരമായ അവരുടെ പ്രവൃത്തികളും അതും അപ്രീഷ്യബിളാണ്. വെൽ ഡൺ. ഷർട്ടെനിക്ക് വേറെ തരണേ. കണ്ണൂരിന്റെ കൈത്തറി പെരുമ നമുക്കെല്ലാം അറിയാം. നാടിന്റെ സ്വന്തം തുണികൾക്ക് അത്യാധുനിക പുനർജന്മം കൊടുക്കുന്ന ദൗത്യം സൂയി ഏറ്റെടുത്തു. നാട്ടിൽ നെയ്യുന്ന തുണികൾ നാട്ടിൽ തുന്നി ചിത്രപ്പണി ചെയ്ത് ആഗോള നിലവാരമുള്ള ഉടുപ്പുകളാക്കി സൂയി രംഗത്ത് വന്നു. കേരളത്തിന് കോടി വസ്ത്രങ്ങളുടെ കൂടി ഉത്സവമാണ് വിഷു.
2018 വിഷുവിന് സൂയിയുടെ വ്യത്യസ്ത വേഷങ്ങൾ പുറത്തു വന്നു. സംസ്ഥാന സർക്കാരിന്റെ വാർഷിക ആഘോഷത്തിന് വേദി സൂയിയുടെ ഫാഷൻ ഷോയുടെ സമുദ്ഘാടന വേദി കൂടിയായി. ഉണ്ടാക്കിയ വസ്ത്രങ്ങൾ മുഴുവൻ വാങ്ങി ആ വിഷുക്കാലം സൂയിയെ ഏറ്റെടുത്തു. ഏഴ് സൂയി വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. സ്വന്തം ദൃഢനിശ്ചയങ്ങൾക്ക് സൂയി കസവ് കരയിടുന്നു. സൂയി ഒരു വ്യാപാര വിജയ മാതൃക മാത്രമല്ല, സാമൂഹിക സന്ദേശ മാതൃക കൂടിയാണ്. വീട്ടിലിരുന്ന് നെയ്യുന്ന, തയ്ക്കുന്ന സ്ത്രീകളുടെ പ്രകാശന വേദിയാണ്. സൂയിയിലെ സ്ത്രീ സാന്നിധ്യം 90% വരും. 20 കൈത്തറി സംഘങ്ങളുടെ തുണിയെടുക്കുന്നു. 30 തയ്യൽ, അലങ്കാര, തുന്നൽ കലാകാരികൾക്ക് ജോലി നൽകുന്നു. കൈരളി ജ്വാല പുരസ്കാരം സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കാം ഹിബ മറിയം മൊയ്തീൻ ആൻഡ് കൃഷ്ണ കരപ്പാട്. നാട്ടിലെ നെയ്ത്തുകാരെയും തയ്യൽക്കാരെയും ചേർത്ത് പിടിച്ച ആധുനിക വസ്ത്രനിർമ്മാണ സ്റ്റാർട്ടപ്പിലൂടെ മാതൃകയായ ഹിബ മറിയം മൊയ്തീൻ ആൻഡ് കൃഷ്ണ കരപ്പാട്. വെൽക്കം. പുരസ്കാരം നൽകുന്നത് ശ്രീ മമ്മൂട്ടി. കീർത്തിപത്രം നൽകാനും ക്യാഷ് അവാർഡ് സമ്മാനിക്കാനും നിഖില വിമൽ ക്ഷണിക്കുന്നു. ഹിബയ്ക്കും കൃഷ്ണയ്ക്കും ക്യാഷ് അവാർഡും നിഖില സമ്മാനിക്കുന്നു. അവരുടെ മുന്നിലെയും പിന്നിലെയും ശക്തികളാണ് വേദിയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച് തീർച്ചയായും നിറഞ്ഞ കൈയടിയോടുകൂടി തന്നെ അവരെയും നമുക്ക് ഈ ജ്വാല പുരസ്കാര വേദിയിൽ സ്വാഗതം ചെയ്യാം. മറുപടി പ്രസംഗത്തിനായി ഹിബ മറിയം മൊയ്തീൻ ആൻഡ് കൃഷ്ണ കരപ്പാട്. പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ നമുക്ക് ഈ അവാർഡ് തന്ന കൈരളി ടിവിയോട് വലിയ നന്ദി. ആൻഡ് ഇത് മമ്മൂക്കാൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതിൽ കൂടുതൽ സന്തോഷം. പിന്നെ ആൻഡ് കൺഗ്രാറ്റ്സ് മമ്മൂക്ക ഫോർ ദ പത്മഭൂഷൺ. ആൻഡ് നമ്മൾ ബ്രിട്ടാസ് സർ, നമ്മൾ കണ്ണൂർക്കാരാണ്. ഭാഷ ഇപ്പോൾ വന്നോളൂ, സ്ലാങ്. അപ്പം നമ്മൾ കണ്ണൂരിനായിട്ട് കൂടി കണ്ണൂർ കൈത്തറീനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞതും പഠിച്ചതൊക്കെ നമ്മളെ ഗ്രാജുവേഷൻ പ്രോജക്റ്റ് ഫൈനൽ ഇയർ ആയിരുന്നു. അന്നേരം നമ്മൾ കണ്ണൂർ കൈത്തറിയിലായിരുന്നു പ്രോജക്റ്റ് ചെയ്തതും. അതിന് നമുക്ക് അന്ന് ആ ഇയർ ബെസ്റ്റ് പ്രോജക്റ്റ് അവാർഡ് കിട്ടി. ആ ഒരു സമയത്താണ് ഒരു ഫാബ്രിക് ഉണ്ടാക്കാൻ എത്ര ആൾക്കാർ അതിൻ്റെ ബാക്കിൽ പ്രവർത്തിക്കുന്നുണ്ട്, ആ തൊഴിലാളികളുടെ ക്രാഫ്റ്റ്മാൻഷിപ്പ്, അവർ കഷ്ടപ്പാട് നമ്മൾ നോക്കുമ്പം ഒരു മോർ ദാൻ 90% ഓൾഡ് ഏജ് ആൾക്കാരാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വീവിങ് പ്രോസസ്സ്. അപ്പം നമുക്ക് ഭയങ്കര സങ്കടം തോന്നി. കാരണം ഇവരോട് കൂടി ഇത് തീർന്നു പോകുമെന്നുള്ളൊരു ഫിയർ നമുക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഹോണ്ടിങ് ആയിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോട്ടിലാണ് യങ് ജനറേഷൻ ഇതിലേക്ക് കൂടുതൽ വന്നാൽ ഇതിന് കൂടുതൽ സ്കോപ്പ് ഉണ്ട്. അതുവഴി നമുക്ക് ഇവർക്ക് കൂടുതൽ ഓർഡേഴ്സ് കൊടുക്കാൻ പറ്റും, കൂടുതൽ എന്താ പറയുക വീവിങ് ഓർഡേഴ്സും കൂടുതൽ തൊഴിൽ കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു തോട്ട് നമുക്ക് വന്നത്. അപ്പം ആ ഒരു സമയത്ത് എന്ന് വെച്ചാൽ നമുക്ക് ഇതെങ്ങനെ യങ്സ്റ്റേഴ്സിൽ എത്തിക്കാമെന്നായിരുന്നു. കാരണം നമ്മൾ നോക്കുമ്പോൾ നമ്മളത് യൂസ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ കംഫർട്ടും ക്വാളിറ്റിയും അന്നേരം നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇത്രയും നല്ല പ്രോഡക്റ്റ്സ് നമ്മുടെ നാട്ടിലുണ്ടായിട്ട് ഇതെന്തുകൊണ്ട് പുറത്താരടുത്തും എത്തുന്നില്ല, ആൾക്കാർ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നില്ല, വെയർ ചെയ്യുന്നില്ല. അപ്പം നോക്കുമ്പോൾ അവിടെ ഒരു ഡിസൈൻ വാക്യൂം നമുക്ക് മനസ്സിലായി. അതായത് നമ്മളിപ്പോൾ പുറത്ത് ലൈക്ക് എന്തെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ അത് ഭംഗിയുണ്ടോയെന്ന് കൂടി നോക്കിയിട്ട് നമ്മൾ എന്തെങ്കിലും പേർച്ചേസ് ചെയ്യുള്ളൂ. അപ്പം അത് അവിടെ നമ്മൾ കണ്ണൂർ പ്രോഡക്ട്സ് ലാക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് തോന്നി. അപ്പം ആ ഒരു വാക്യൂം ഫില്ല് ചെയ്താൽ കൂടുതൽ ആൾക്കാർ ഇത് വാങ്ങിക്കും. ആൻഡ് അത് ത്രൂ ഇവർക്ക് കൂടുതൽ ബെനിഫിറ്റഡ് ആവും നമുക്ക് മനസ്സിലായി. പിന്നെ നമ്മൾക്ക് കുറച്ച് കണ്ണൂർ സ്പിരിറ്റ് കുറച്ച് കൂടുതലായിരുന്നു അന്നേരം. അപ്പോൾ കണ്ണൂരിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു
എന്നുള്ളൊരു സാധനത്തിലാണ് നമുക്ക് ഒക്കെ ഒരു ബ്രാൻഡ് തുടങ്ങാം. നമ്മളിതിനെ സേഫ് ഗാർഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളിതിനെ സപ്പോർട്ട് ചെയ്യണം, നമ്മളെ നാട്ടിലെ സാധനം. അതൊക്കെ ഭയങ്കര ഓവറായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിരുന്നു. ഇത് ഒരു ബ്രാൻഡ് തുടങ്ങണോ, നമുക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നമ്മൾ നിൽക്കുന്നുണ്ടായേ. അങ്ങനെ നമ്മൾ ആക്ച്വലി ഡിസൈഡ് ചെയ്തത് നമ്മൾ കോളേജ് പ്ലേസ്മെൻറ്റിൻ്റെ ഡേ ആണ്. നമ്മൾ 3rd റൗണ്ട് ഇൻ്റർവ്യൂവിലേക്ക് സെലക്ട് ആവുന്നു. അപ്പം നമ്മളിങ്ങനെ ഭയങ്കര ടെൻഷനിൽ നമ്മൾ പ്രൊഫസർ അഭിലാഷ് സാറിനെ വിളിക്കുന്ന, സാർ ഇനിയിപ്പോൾ ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞ് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു 2 ഇയേഴ്സിലേക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് മനസ്സിൽ ഇങ്ങനെ ഭയങ്കരമായിട്ടൊരു ആഗ്രഹമുണ്ട്, അപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നത്. സാർ പറഞ്ഞു നിങ്ങളൊന്നും നോക്കണ്ട, നിങ്ങൾ തിരിച്ചു വാന്ന് പറയുന്നത്. അപ്പോൾ മക്കൾ രണ്ടാളും ജോലിയെല്ലാം കിട്ടി തിരിച്ചു വരുന്ന പ്രതീക്ഷിക്കുന്ന വീട്ടിലേക്ക് നമ്മൾ പോകുന്നതാണ്. നമ്മൾ ജോലിക്ക് പോകുന്നില്ല, ബിസിനസ് തുടങ്ങുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒബ്വിയസ്ലി മിഡിൽ ക്ലാസ് ഫാമിലി, രണ്ടുപേരുടെയും പാരൻസ് അധ്യാപകരാണ്, ബിസിനസ്സിൻ്റെ യാതൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. എന്നിട്ട് പോലും അന്ന് അവർ നമുക്ക് തന്ന സപ്പോർട്ട് ഭയങ്കര പറയാൻ പറ്റാത്ത സപ്പോർട്ടാണ്. അത് കഴിഞ്ഞ് നമ്മൾ ബിസിനസ് തുടങ്ങി. ബിസിനസ് എന്താണെന്ന് അറിയാണ്ട് ബിസിനസ് തുടങ്ങിയതിൻ്റെ വളരെയേറെ ബുദ്ധിമുട്ട് ആദ്യത്തെ വർഷങ്ങളിൽ അനുഭവിച്ചു. പക്ഷേ എന്നിട്ടും നമ്മളന്ന് പിന്തിരിയാഞ്ഞിരുന്നത് ഈ കണ്ണൂരിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. ഇന്ന് നമ്മൾ ഇത്രയും വർഷം കഴിഞ്ഞ് ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ രണ്ടുപേരല്ല, ഒരു കമ്മ്യൂണിറ്റിയാണ് ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ എല്ലാ തുണിത്തരങ്ങളും കൈത്തറിയിൽ മാത്രം ചെയ്തതാണ്. അതുപോലെ നമ്മുടെ എല്ലാ എംബ്രോയിഡറിയും കണ്ണൂരിൽ തന്നെയുള്ള ചേച്ചിമാർ അവരുടെ വീട്ടിൽ നിന്നിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ പ്രൊഡക്റ്റിലും ആരാണ് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയത് എന്ന ടാഗ് ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ സൂയി എന്ന് പറയുന്നത് നമ്മളെല്ലാം ഒരു ടീമാണ്. അപ്പോൾ സൂയിയുടെ വലങ്കൈയായ ഫർസി, സൂയി എന്ന ആശയം വന്നപ്പോൾ മുതൽ നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ വരെ നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത റിംജു ഏട്ടൻ, നമ്മളെ സ്വന്തം ഷാനിക്ക ഇവിടെ വന്നിട്ടുണ്ട്, പിന്നെ സ്മൃതി, അസീം സാർ ഇവിടെ വന്നിട്ടുണ്ട്. ലേറ്റ് വിളിച്ചിട്ടാണ് സാറ് ഭയങ്കര സപ്പോർട്ട്, നമ്മളെല്ലാ പ്രോഡക്ട്സും വാങ്ങിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി, കാരണം പെൺകുട്ടികൾ ബിസിനസ് തുടങ്ങി കല്യാണം കഴിച്ച് കഴിയുമ്പോഴേക്കും അവരുടെ സപ്പോർട്ടും നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ രണ്ടുപേരും ഇന്ന് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ അവാർഡ് തന്നതിന് കൈരളിയുടെ ഒന്നും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.